നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹലോ. ആ നമസ്കാരം. ഹലോ. സുഖല്ലേ? വേണ്ട വേണ്ട, എൻ്റെ അടുത്ത് വലിയ വർത്താനൊന്നും പറയണ്ട. എന്താ ഇല വന്ന് മുള്ളയിൽ വീണാൽ മുള്ളു വന്ന് ഇലയിൽ വീണാൽ ഇലയ്ക്ക് തന്നെ കേട്. അങ്ങനെയല്ലേ? അങ്ങനെ എങ്ങാണ്ടാണ്. അല്ല കുഴപ്പമെന്താ? കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ വർത്താനം പറയും. ഇപ്പം നാട്ടുകാരിപ്പോൾ മതിലുമൊക്കെ എഴുതി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഏതാണ്ടൊക്കെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാവൂല. വീരാനിക്ക് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ശരിയാവൂല. നിന്റെ ജീവിതത്തിന് തന്നെ കേടാ. അതുകൊണ്ടാ എന്റെ ജീവിതം കേടായി നിൽക്കണം. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. അല്ല അത് പാടാൻ അമ്മാവിന്റെ ജീവിതത്തിന് എന്താ പറ്റിയത്? ഷാരടി, ഞാൻ ഇവിടുത്തെ ഈ പിള്ളേരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേ മനസ്സിൽ കൊതിക്കണം. കാരണം ഒരു 5 പെമ്മക്കൾ എനിക്ക് തന്നെങ്കിലും ആലോചിച്ചു പോയാൻ. എല്ലാരും കൊണ്ട് ഇവിടെ ഒന്ന് കോമഡി പറയിക്കാനോ? കോമഡി പറയിക്കാനല്ല, കാരണം അമ്മാവൻ തന്നെ ഇവിടെ വരുന്നത് ഇപ്പൊ വലിയ കഷ്ടമായിട്ടിരിക്കുക. 5 പെമ്മക്കളെ കൊണ്ട് വന്നാൽ എങ്ങനെ ശരിയാവും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എങ്ങനെ സാധിക്കണം? CC അടഞ്ഞ് തീരാറായിപ്പ. അല്ലതെ നമ്മ തമ്മില് കൂടണ്ട. നീ പാടാൻ വന്നാണെങ്കിൽ പാടിയിട്ട് പോ. അല്ല അമ്മാവ, ഞാൻ പറയുന്നത് അമ്മാവനിപ്പോ 5 ആമക്കള് നല്ല പോത്തുകുട്ടന്മാരെ പോലത്തെ 5 ആമക്കളില്ലേ, അവരെ വെച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? അതാണ് എനിക്ക് പറ്റിയ തെറ്റ് പിഷാരടി. എന്താ പറ്റിയേ? 5 പേരെ ഞാൻ പോത്ത് പോലെ വളർത്തി. ലാസ്റ്റ് ആ സ്വത്ത് മൊത്തം ഇതുമാരെ ലക്ഷ്യം അതായിരുന്നു. പഠിപ്പിച്ച് വലുതാക്കി ലാസ്റ്റ് അമര ഉണ്ടാക്കി വെച്ച, ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, എന്റെ കാരണന്മാരുണ്ടാക്കി വെച്ച സ്വത്ത് മൊത്തം ഇവന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പൊ നമ്മ പുറത്തായി. പിന്നെ ഡേന, ഈ ഒരു ഒറ്റ പരിപാടികൾ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത്. കാരണം ചായയും ചോറൊക്കെ ഇടുന്നിട്ട് പൈസ കിട്ടൂലെങ്കിലും ചായയും ചോറൊക്കെ കറക്റ്റ് കിട്ടുന്നില്ലേ? അല്ല അതാണ് പറഞ്ഞത്. അല്ല അമ്മാവ, എന്താ പ്രശ്നം? ഈ 5 മക്കൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാല് രചന ഡാൻസ് കളിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പാട്ട് പാടിക്കും. ശരി. കുട്ടികൾ, സ്വന്തം കുട്ടികൾ, പഴമരങ്ങളായി വളർന്നൊരെൻ്റെ കുട്ടികൾ, സ്വത്തു തർക്കവും ഒത്തുതീർക്കലും എത്രമാത്രം അടികളിടികൾ എൻ്റെ നെഞ്ചതേറ്റു വാങ്ങി. 5 കുട്ടികൾ, സ്വന്തം കുട്ടികൾ, പാഴ്മരങ്ങളായി വളർന്നൊരെൻ്റെ കുട്ടികൾ. ആയ കാലമൊക്കെയും ഇവർക്കു വേണ്ടിയൻ പ്രാണവായുവും കളഞ്ഞു ജോലി ചെയ്തു ഞാൻ. സോമനെന്ന പേരുകേട്ട ഭാര്യടാങ്ങളാ ഭാരമായി എൻ്റെ വീട്ടിൽ നിന്നുറച്ചുപോയി. മടിയനായ കുടിയനായ അളിയനാണവൻ, കുട്ടികൾക്കു ബ്രാൻഡഡായ മാമനാണവൻ. ശരീരവും വിയർത്തിടാതെ കാത്തിടുന്നവൻ. മക്കളൊക്കെയും മിടുക്കരാക്കണം, അതിനിടയ്ക്ക് സ്വന്തം കാര്യം നമ്മൾ നോക്കണം. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ, വേണ്ട പോലെ വേണ്ട സമയം വേണ്ടുവോളം ചെയ്തിടേണം. 5 കുട്ടികൾ, സ്വന്തം കുട്ടികൾ, പാഴ്മരങ്ങളായി വളർന്നൊരെൻ്റെ കുട്ടികൾ. Once upon a time